ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വായിലിക്കപ്പലോടും ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി മാങ്ങാച്ചാറാണ്. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ ഞാനിത് മാങ്ങയൊക്കെ ഉണ്ടായിരുന്ന ഒരു സീസണില്ലേ, ആ ഒരു സമയത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 7-8 മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 5-6 മണിക്കൂറോളം ഒന്ന് ഉപ്പിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് അതിൻ്റെ ഒരു വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ഉപ്പിട്ട് വെച്ചതിൻ്റെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഉപ്പിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. മാങ്ങയിൽ നല്ല പോലെ ഒന്ന് ഉപ്പൊക്കെ പിടിച്ച് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഒരു 4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂണ് സാദാ പിരിയൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഉലുവയും കടുകും കൂടി ചേർത്ത് പൊടിച്ചതാണ് അതും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ചാറിന് എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേടുകൂടാതെ ഒരുപാട് ദിവസം സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു അല്പം കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടി വന്നതിന് ശേഷം ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് പച്ചമണം പോയി കിട്ടുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ പൊടികളും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ നമ്മുടെ ഈ ഒരു പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി മുളക് പൊടിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കേടുകൂടാതെ കുറച്ച് ദിവസം സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മാങ്ങയുടെ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഒരു 1/4 കപ്പ് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു അല്പം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അച്ചാറിന് നല്ല സ്വാദായിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പോൾ വളരെ ചെറിയൊരു കഷ്ണം ഇതുപോലൊരു ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പുളിപ്പിൽ നിന്ന് നമുക്ക് ഒരല്പം മധുരം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാർ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ അച്ചാർ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്കിതിലേക്ക് അച്ചാർ പൊടിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.